കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വികസനം 2.5 വർഷം പിന്നിട്ടിട്ടും DPR തയ്യാറായിട്ടില്ല. ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഡിസൈൻ വൈകുന്നതാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ബസ് സ്റ്റാൻഡ് വികസനത്തിനുള്ള DPR തയ്യാറാക്കാൻ എത്ര വർഷമെടുക്കും? വർഷങ്ങൾ ആവശ്യമുണ്ടോ എന്ന മറുചോദ്യം ഉയരുന്നത് സ്വാഭാവികം. എന്നാൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വികസനത്തിനുള്ള DPR തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒന്നുമായിട്ടില്ല. അന്ന് തയ്യാറാക്കിയ പ്ലാനിൽ പിന്നീട് പലതവണ മാറ്റങ്ങൾ വരുത്തിയതോടെ നടപടിക്രമങ്ങൾ നീണ്ടു. 6 മാസം മാത്രം മുൻപാണ് അന്തിമ ഡിസൈൻ പഞ്ചായത്ത് അംഗീകരിച്ചു നൽകിയത്. എന്നാൽ ഇതുവരെ പഞ്ചായത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയും തമ്മിലുള്ള കരാർ പോലും ഉറപ്പിച്ചിട്ടില്ല. 2021-22 കാലഘട്ടത്തിൽ കെ റംല പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് ബസ് സ്റ്റാൻഡ് വികസനത്തിനുള്ള DPR തയ്യാറാക്കാൻ നടപടി ആരംഭിച്ചത്. കെ റംലയുടെ മരണശേഷം അന്നത്തെ വൈസ് പ്രസിഡന്റ് KT സിദ്ദിഖാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ഇതിനുശേഷം കുറ്റിപ്പുറം പഞ്ചായത്തിൽ 3 പ്രസിഡന്റുമാർ മാറി മാറി അധികാരമേറ്റു. എന്നിട്ടും ബസ് സ്റ്റാൻഡ് വികസനത്തിനുള്ള DPR തയ്യാറായില്ല. പ്ലാൻ തയ്യാറാക്കി മണ്ണുപരിശോധന നടത്താനുള്ള നടപടികൾ പൂർത്തിയായെങ്കിലും ഇതുവരെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പ്രതിഫലത്തിന്റെ ആദ്യ ഗഡു കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. DPRനുള്ള പുതുക്കിയ തുകയിൽ നിന്ന് പഞ്ചായത്ത് ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. DPR തയ്യാറാക്കാനായി പഞ്ചായത്ത് 25.56 ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. സൊസൈറ്റിയുമായി സപ്ലിമെന്ററി എഗ്രിമെന്റ് വെക്കണമെന്നും എന്നാൽ ഇതിന് സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് P. നസീറ അറിയിച്ചു. കരാർ കമ്പനിക്കുള്ള ആദ്യ ഗഡു കൈമാറിക്കഴിഞ്ഞാൽ മാത്രമേ നഗരത്തിലെ മണ്ണു പരിശോധന ആരംഭിക്കാൻ കഴിയൂ. NCV ന്യൂസ്, കുറ്റിപ്പുറം. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.